അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 ബുധനാഴ്ച. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. വയനാട് ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സഹായം ലഭിക്കാൻ നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നിവേദനവും സമർപ്പിച്ചു. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം 12 പേർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 9 BJP അംഗങ്ങളും NDA ഘടക കക്ഷികളായ NCP, രാഷ്ട്രീയ ലോക്മഞ്ച് എന്നിവയിൽ നിന്ന് ഓരോരുത്തരും ഒരു കോൺഗ്രസ് അംഗവുമാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായ വയനാട് ജില്ലയിലെ ടൂറിസം രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ടൂറിസം പങ്കാളികളുടെ യോഗം ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ചേർന്നു. വിവിധ ടൂറിസം സംരംഭകർ, ടൂറിസം സംഘടനകൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വയനാട് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം പഴയ നിലയിലാക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനായി സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേക മാസ് ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ടെൻഡറിൽ സാമ്പത്തിക മുൻഗണന നൽകുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. സാമ്പത്തിക മുൻഗണന ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ കാണും. എത്രയും വേഗം ഡ്രെഡ്ജർ കൊണ്ടുവന്ന് തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെടാനാണ് സന്ദർശനം. സിനിമയിലെ ലൈംഗിക പീഡനാരോപണങ്ങൾ സംബന്ധിച്ച് DGPക്ക് ലഭിച്ച പരാതികളിൽ വെളിപ്പെടുത്തലുകൾ നടത്താത്ത സംഭവങ്ങളുമെന്നും റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി വരെ 17 പരാതികൾ ലഭിച്ചെന്നും ഓരോ പരാതി അന്വേഷിക്കാനും പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തുമെന്നും SIT തലവൻ IG G സ്പർജൻ കുമാർ പറഞ്ഞു. അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി തീരുമാനം ആലോചിച്ചെടുത്തതെന്ന് അമ്മ വൈസ് പ്രസിഡന്റായിരുന്ന ജയൻ ചേർത്തല. പലവട്ടം മോഹൻലാലുമായി രാജി സംബന്ധിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ധാർമ്മികത കണക്കിലെടുത്താണ് രാജിവെച്ചത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവർ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണിന്നെന്നും നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്നും ഗണേഷ് കുമാർ ഇന്നലെ പ്രതികരിച്ചു. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ല. പുതിയ ആളുകൾ വരണമെന്നാണ് പറയുന്നത്. എന്താകുമെന്ന് കണ്ടറിയാം. ഒരു സംഘടന തകരുന്നത് കാണുന്നവർക്ക് രസമാണ്, പക്ഷേ എനിക്ക് ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഉചിതമായ തീരുമാനമെന്ന് ഭാഗ്യലക്ഷ്മി. അമ്മ സംഘടനയിലുള്ള സ്ത്രീകളൊന്നും പ്രതികരിക്കുന്നത് കാണാറില്ല. ഇനിയൊരു കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ 50% പുരുഷന്മാരും 50% സ്ത്രീകളും അതിൽ ഉൾപ്പെടണമെന്ന് സ്ത്രീകൾ നിർബന്ധമായും ആവശ്യപ്പെടണമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. താരസംഘടന അമ്മയിലെ കൂട്ടരാജി എടുത്തുചാട്ടമായിപ്പോയെന്ന് നടൻ ഷമ്മി തിലകൻ. കുറ്റാരോപിതരായിട്ടുള്ളവർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ തീരുമാനത്തിൽ സംഘടനയിൽ അനിശ്ചിതത്വം ഉണ്ടായി. ഇപ്പോൾ അംഗമല്ലെങ്കിലും താനും കൂടി സ്ഥാപകാംഗമായ സംഘടനയായതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും അതിന്റെ ഒരു വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഭരണസമിതി തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു. അമ്മ സംഘടനയുടെ ഭരണസമിതിയിൽ നിന്നുള്ള കൂട്ടരാജി ഒളിച്ചോട്ടമല്ല. ഒരു വീട്ടിലെ എല്ലാ മക്കളും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. തലമുറ മാറ്റം കൊണ്ടല്ല, തലയ്ക്കുള്ളിൽ എന്തെങ്കിലുമുള്ള ആളുകൾ ഭരണസമിതിയിൽ വന്നാലാണ് നല്ല മാറ്റമുണ്ടാകുക എന്നും അദ്ദേഹം പറഞ്ഞു. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടതിൽ പ്രതികരിച്ച് സംവിധായിക വിധു വിൻസെന്റ്. ഉടയാനുള്ളതൊക്കെ ഉടഞ്ഞു തന്നെ പോകട്ടെ എന്ന് വിധു കുറിച്ചു. സിനിമയിൽ മാത്രമല്ല, ഉടയേണ്ട വിഗ്രഹങ്ങൾ രാഷ്ട്രീയ രംഗത്തും മാധ്യമ രംഗത്തും കായിക രംഗത്തും അക്കാഡമിക് രംഗത്തും ഒക്കെയുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു WCC എന്നാണ് വിധു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. താരസംഘടനയിലെ കൂട്ടരാജി നാണക്കേട് കൊണ്ടാണെന്ന് ചിന്തിക്കുന്നില്ലെന്ന് സംവിധായകൻ വിനയൻ. അമ്മ സംഘടന തളർന്നു പോകുന്നതിൽ ഒട്ടും സംതൃപ്തിയില്ല. പ്രസിഡന്റോ സെക്രട്ടറിയോ ആയി ഇരിക്കാത്തവർ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ. ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചിന്ത വരുന്നു എന്നതാണിതിലെ
പോസിറ്റീവായി താൻ കാണുന്നതെന്നും വിനയൻ പറഞ്ഞു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. താരസംഘടന അമ്മയിലെ കൂട്ടരാജിക്ക് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുമായി WCC. പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ ആഹ്വാനമാണിതെന്ന തലക്കെട്ടിലാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പുനരാലോചിക്കാം, പുനർനിർമ്മിക്കാം, മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം. നീതിയുടെയും ആത്മാഭിമാനത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ്. നമുക്കൊരു പുതുവിപ്ലവം സൃഷ്ടിക്കാം എന്നാണ് സംഘടനയുടെ പോസ്റ്റിലുള്ളത്. അമ്മ പ്രസിഡന്റ് മോഹൻലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രാജിവെച്ചതിന് തൊട്ടുപുറകെയാണ് WCCയുടെ പ്രതികരണം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണതലപ്പത്തേക്ക് യുവാക്കളായ ഭാരവാഹികൾ വരണമെന്ന് നടി ഉഷ ഹസീന. സ്ത്രീകളുടെ ആവശ്യം മനസ്സിലാക്കുന്ന വനിതാ അംഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. പൃഥ്വിരാജ്, ചാക്കോച്ചൻ, ടോവിനോ, ആസിഫ് അലി തുടങ്ങിയവരെ പോലുള്ള സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഇനി വരുന്ന ഭരണസമിതിയിൽ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി എത്തണമെന്നും അവർ പറഞ്ഞു. നടൻ സിദ്ദിഖ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് നടി പോലീസിൽ പരാതി നൽകി. DGPക്ക് ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി 2016 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആനി രാജ. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് തന്റെ സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്ന അന്വേഷണത്തെ നേരിടണം. അല്ലെങ്കിൽ അന്വേഷണം സത്യസന്ധമാണോ എന്ന് പൊതുജനങ്ങൾ സംശയിക്കും. മുകേഷ് സ്വയം മാറി നിന്നില്ലെങ്കിൽ മാറ്റി നിർത്തി അന്വേഷണം ആരംഭിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആനി രാജ പറഞ്ഞു. താൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ കൂടിയായ മുകേഷ് MLA. വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണ്. സത്യം പുറത്തുവരണമെന്നും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മാധ്യമങ്ങളിലൂടെ തനിക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച 2 നടിമാർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാർ നിയോഗിച്ച പുതിയ അന്വേഷണ കമ്മീഷനും പരാതി നൽകി ഇടവേള ബാബു. തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് നടിമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഇടവേള ബാബു വ്യക്തമാക്കി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ്. വിമർശനങ്ങളോടും വിയോജിപ്പുകളോടും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണ്. മുൻപ് തന്നോട് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകയോടുള്ള മോശം സമീപനത്തിന്റെ പേരിലും സുരേഷ് ഗോപി വിവാദം സൃഷ്ടിച്ചിരുന്നുവെന്ന് AIYF ചൂണ്ടിക്കാട്ടി. സുരേഷ് ഗോപിയുടെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് രോഷത്തോടെയുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റം കൊണ്ടാണ് ഇങ്ങനെയൊരു സംശയമുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ഉറിയടി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സുധേഷ് ശങ്കറിനെതിരെ പരാതിയുമായി നടി. സീരിയലിന്റെ ഓഡിഷന് വേണ്ടി വിളിച്ചുവരുത്തി സംവിധായകൻ കടന്നുപിടിച്ചെന്ന് അവർ കൊല്ലം കഠിനംകുളം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. CPM MLAയ്ക്ക് വേണ്ടി എന്തിനാണ് BJPയുടെ കേന്ദ്രമന്ത്രി സ്വയം പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രകോപനപരമായി പ്രതികരിക്കുന്നതെന്ന് രാഹുൽ ചോദിച്ചു. സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നടപടികളെ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 29 സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി M. ലിജു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കുറ്റാരോപിതരായവർക്കെതിരെ കേസെടുക്കുക, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക, ആരോപണങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജാനേമൻ, തല്ലുമാല, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകളുടെ സഹസംവിധായകനും ശില്പിയുമായ അനിൽ സേവ്യർ നിര്യാതനായി. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ.
മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ നാവികസേനയെ പഴിചാരി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പ്രതിമയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് സംസ്ഥാന സർക്കാരല്ല, ഇന്ത്യൻ നാവികസേനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ സ്ഥലത്ത് ഛത്രപതി ശിവജിയുടെ ഒരു വലിയ പ്രതിമ നിർമ്മിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുടിയേറ്റ നയങ്ങളിൽ കാനഡ ഭരണകൂടം നടപ്പാക്കിയ മാറ്റം നിരവധി വിദേശ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. 70,000-ഓളം വിദേശ വിദ്യാർത്ഥികൾ കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെടൽ ഭീഷണി നേരിടുന്നുവെന്നാണ് റിപ്പോർട്ട്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയുമായി സഖ്യം പ്രഖ്യാപിച്ച് ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി. JJP 70 സീറ്റിൽ മത്സരിക്കും. 20 ആസാദിന്റെ പാർട്ടിയും സഖ്യത്തിൽ ജനവിധി തേടുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരും അറിയിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി ദിവസങ്ങൾക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളോഡിമിർ പുതിനുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുടിനുമായി സംസാരിച്ചെന്നും തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ ICCയുടെ പുതിയ ചെയർമാനായി BCCI സെക്രട്ടറി ജയ്ഷായെ തിരഞ്ഞെടുത്തു. എതിരില്ലാതെയാണ് ജയ്ഷ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഡിസംബർ 1 മുതലാണ് ജയ്ഷ ചെയർമാനായി ചുമതലയേൽക്കുക. ബംഗളൂരു FCയെ കീഴടക്കി മോഹൻ ബഗാൻ ഡ്യൂറൻ കപ്പ് ഫൈനലിൽ. ആവേശകരമായ സെമി പോരാട്ടത്തിനൊടുക്കം പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ബഗാന്റെ ജയം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 2 ഗോളുകൾക്ക് പിന്നിലായതിനു ശേഷമാണ് ബഗാൻ അവിശ്വസനീയമായി തിരിച്ചുവന്നത്. ഓഗസ്റ്റ് 31 നടക്കുന്ന ഫൈനലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് ബഗാന്റെ എതിരാളി. ടീമിനെ തിരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധിയെ ആശ്രയിക്കാനൊരുങ്ങി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ബോർഡിന്റെ ചെയർമാൻ മൊഹസിൻ നഖ്വിയാണ് ഇക്കാര്യം അറിയിച്ചത്. ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. കൃത്യമായ ഡാറ്റയില്ലാത്തതാണ് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. വരാനിരിക്കുന്ന ആഭ്യന്തര ടൂർണമെന്റായ ചാമ്പ്യൻസ് കപ്പിൽ ടീമിനെ തിരഞ്ഞെടുക്കാൻ AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.